உனக்காக என் உயிரை கூட கொடுப்பேன். ஏனென்றால் நான் உனக்காக தான் வாழ்கிறேன். ചേച്ചിനെ കണ്ണ് തുറപ്പിച്ച് കഴിയുമ്പോൾ ചേച്ചിയുടെ നേരെ മുന്നിൽ ചേച്ചി ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ചേച്ചിയിൽ നിന്നും മരിച്ചു പോയ ചേച്ചിയുടെ അനിയൻ അപ്പൂസൊക്കെ ഉണ്ടാവും. അപ്പൂസിനെ ചേച്ചിക്ക് നല്ല പോലെ കാണാനും ചേച്ചിക്ക് അപ്പൂസിനോട് സംസാരിക്കാനും എല്ലാം. ഒന്ന് കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പൂസിനെ കാണും. ആരും കാണാത്ത ദീപാങ്കുരം നിന്നോട് മിണ്ടാൻ നിന്നെ തലോടാൻ ചുണ്ടോട് ചുണ്ടിൽ തേടുണ്ട് പാടാൻ മോഹിച്ചു നിൽപ്പാടും ഞാൻ നിനക്കഴകേ നിറവാഴവിൽ ചിറകേ നിലവിൽ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ എന്താ പറയണ്ട അവസ്ഥയും. കാരണം കഴിഞ്ഞ 11 വർഷം എന്നെ മരിച്ചിട്ടുണ്ട്. സോ ആ 11 വർഷക്കാലമുണ്ടെങ്കിൽ ഈ ഒരു നിമിഷം വരെ ഞാൻ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 5 പേരായിരുന്നു കസിൻസായിട്ടും. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു എൻ്റെ അനിയൻ. എൻ്റെ പേര് അമ്മൂന്നാണ്. ഇപ്പം എൻ്റെ കല്യാണം വരാൻ പോവാം. സോ ഞാൻ അവനെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇപ്പോഴും അവൻ്റെ ശബ്ദം കേൾക്കാനും അവനൊന്ന് കാണാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ മരണപ്പെട്ടു പോയവരോടൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്കങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ അനിയനോടൊന്ന് സംസാരിക്കണമെന്ന്. സത്യം പറഞ്ഞാൽ സന്തോഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷമാണ്, സങ്കടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടമാണ്. കാരണം രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറയില്ലേ, ആ ഒരു നിമിഷം എന്നോട് കണ്ണൂർന്ന് മുന്നിൽ നിൽക്കുന്ന അനിയനാണെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ അനിയനെ കണ്ടപ്പോൾ എനിക്കതിപ്പോൾ എങ്ങനെ പറയണ്ടേന്ന് എനിക്കറിയില്ല. ഒരുപാട് സന്തോഷമായി. കാണണമെന്ന് വിചാരിച്ച ഒരാൾക്ക് കൺമുന്നിൽ കണ്ടപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് നന്ദി എന്ന് വെച്ചാൽ ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ അനിയനെ വീണ്ടും കാണാനും അവനൊന്ന് കെട്ടിപ്പിടിക്കാനും അവനോടൊന്ന് സംസാരിക്കാനും പറ്റിയതില്ല. വിരൽ തൊട്ട